ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫഹദ് ഫാസിലിന്റെ അഭിനയമാണ്. അല്ലു അർജുൻ മോശമെന്നല്ല, ഫഹദ് ഫാസിലിന്റെ മുമ്പിൽ അല്ലു അർജുൻ ചില സമയങ്ങളിൽ ഇടറിപ്പോന്നോ എനിക്ക് തോന്നുന്നുണ്ട്. കിടിലം പടമാണ്. പിന്നെ ഫാഫയുടെ വിളയാട്ടമായിരുന്നു. നമ്മുടെ ഷമ്മിയും രംഗണ്ണനും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പോലെ തോന്നുന്നു. അല്ല, കുറച്ച് റിവ്യൂവർമാർ പറഞ്ഞുകൊണ്ട് സിനിമ പൊളിയൊന്നുമില്ല. കാരണം അങ്ങനെയുള്ള ഒരു മോശം സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ പുഷ്പ എന്താ പറയാ, ഒരു എബോ ആവറേജ് മൂവി എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ആദ്യമായുള്ള എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാത്ത കുറച്ച് വരെ എനിക്ക് തോന്നി തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ. എനിക്ക് ബസ്സിൽ മൂവി വർക്കൗട്ടായി. 3.5 മണിക്കൂർ എനിക്ക് എല്ലാ സ്ഥലത്തും മാത്രമല്ലാതെ ഭയങ്കര ലാഗ് ഒന്നും ഫീൽ ചെയ്തില്ല. മാസിന് വേണ്ടി വൻ സെലക്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ട്, കുറച്ച് എക്സ്ട്രീം ലെവൽ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. പിന്നെ ഫാഫയുടെ വിളയാട്ടമായിരുന്നു. നമ്മുടെ ഷമ്മിയും രംഗണ്ണനും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പോലെ തോന്നുന്നു. ഫസ്റ്റ് നമുക്ക് കുറച്ച് സീൻസ് ആയി ഫാഫയുടെ ആയിരുന്നു. അതൊരു കംപ്ലീറ്റ് ഈഗോ ക്ലാഷ്, ലൈക്ക് അയ്യപ്പൻ കോശി പോലെ ഇവർ തമ്മിലുള്ളൊരു ഫൈറ്റാണ്. സോ ആൻഡ് പക്ഷെ പെട്ടെന്ന് ലൈക്ക് ക്ലൈമാക്സ് കഴിഞ്ഞ് പെട്ടെന്ന് കാണിച്ചാൽ പടം തീർന്നു ആ ഒരു ഫീൽ ആയിപ്പോയി. കാരണം ഒബിയസ്ലി പാർട്ട് 3 വരുന്നുണ്ട്, പുഷ്പ ദ റാംപേജ്. സോ എനിക്ക് തോന്നുന്നു ഈ ഹൈ എക്സ്പെക്ടേഷൻ ഉള്ളതുകൊണ്ട് ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ആവറേജ് സ്റ്റഫ് ഉണ്ട്. തിയേറ്ററിൽ വന്ന് കാണാനുള്ള സ്റ്റഫ് എടുത്തു വെച്ചിട്ടുണ്ട്. ലൈക്ക് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, കാരണം ഇത് ഇമ്പാക്ട് തന്നെ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. സോ മൊത്തത്തിൽ പടം കുഴപ്പമില്ല. പുഷ്പ കുഴപ്പമില്ല, നല്ല പടമാണ്. എനിക്ക് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫഹദ് ഫാസിലിന്റെ അഭിനയമാണ്. അല്ലു അർജുൻ മോശമെന്നല്ല, ഫഹദ് ഫാസിലിന്റെ മുമ്പിൽ അല്ലു അർജുൻ ചില സമയങ്ങളിൽ ഇടറിപ്പോന്നോ എനിക്ക് തോന്നുന്നുണ്ട്. കിടിലം പടമാണ്. അത് നെഗറ്റീവ് അഭിപ്രായം എനിക്ക് ഇല്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. നല്ല കളർഫുൾ പടമാണ്. അതുപോലെ തന്നെ നല്ല ആക്ഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പറാണ്. അതുപോലെ തന്നെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നല്ല കിട്ടിയ റോളുകളെല്ലാം വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ഒരു എടുത്ത് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം ഡാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് അത്രയും ഇഷ്ടപ്പെടുന്നവർക്ക് സിനിമ ഇഷ്ടപ്പെടും എന്നുള്ള ഒരു ഉറപ്പാണ്. തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാം. എല്ലാവരും നെഗറ്റീവ് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കുള്ള ഇഷ്ടത്തിനനുസരിച്ച് പടം എടുക്കാൻ പറ്റില്ല. മനസ്സിലായി? പല ആരാധകരും പല പ്രേക്ഷകരും വരുന്ന സിനിമയാണ്. അല്ലു അർജുന്റെ സിനിമകൾ അങ്ങനെയാണല്ലോ എല്ലാവരും വന്ന് കാണുന്നത്. ഇതിപ്പം അവർക്കുള്ള ഇഷ്ടത്തിനനുസരിച്ച് സിനിമ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. ഈ സിനിമ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാനുള്ള സിനിമയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി പ്രേക്ഷകർ പറയട്ടെ. അല്ല, കുറച്ച് റിവ്യൂവർമാർ പറഞ്ഞുകൊണ്ട് സിനിമ പൊളിയൊന്നുമില്ല. കാരണം അങ്ങനെയുള്ള ഒരു മോശം സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ.